കുട്ടികളുടെയും നമ്മുടെയും ജീവിതവിജയത്തിനായിട്ട് നമുക്ക് വലിയ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും പദ്ധതികളും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യവും ആഗ്രഹവും സ്വപ്നവും സ്വർഗമായിരിക്കട്ടെ. ദൈവത്തിൻ്റെ പുത്രന്മാരായി മാറുന്നതും നിത്യസന്തോഷവും നിത്യസമാധാനവും നിത്യജീവിതവുമായിരിക്കട്ടെ നമ്മുടെ വലിയ ലക്ഷ്യം. അതിനായിട്ട് ദൈവം തന്നിരിക്കുന്ന കഴിവുകൾ, സാഹചര്യങ്ങൾ, അനുഗ്രഹങ്ങൾ നമുക്ക് നല്ല വിധത്തിൽ പ്രയോജനപ്പെടുത്താം. ദൈവം നമ്മുടെ നന്മയ്ക്കായിട്ട് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും നന്നായിട്ട് ദൈവഹിതപ്രകാരം നമുക്ക് നിറവേറ്റാം. ദൈവം നന്നായി പഠിക്കാനും നല്ല ജോലിയിൽ പ്രവേശിച്ച് നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കാനുള്ള അനുഗ്രഹങ്ങൾ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായി പഠിക്കാം, നല്ല ജോലികളിൽ പ്രവേശിക്കാം, നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കാം. ദൈവമക്കളായി മാറാനായിട്ട് കരുണയുടെയും എളിമയുടെയും നന്മയുടെയും വിശുദ്ധിയുടെയൊക്കെ വഴി നമുക്ക് ചിരിക്കാം. അതിനായിട്ട് നമ്മെ സഹായിക്കാനായിട്ട് സഹായകനായ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവീയ കൂദാശ സ്വീകരിച്ചും ദൈവത്തോട് ആത്മാർത്ഥത്തോടും പ്രാർത്ഥിച്ചും ദൈവീയ അനുഗ്രഹങ്ങൾ നമുക്ക് സ്വീകരിക്കാം. ദൈവത്തോട് എപ്പോഴും ആലോചന നടത്തിയും ഉപദേശങ്ങൾ ചോദിച്ചും ദൈവവചനത്തിലൂടെ ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിഞ്ഞ് ദൈവഹിതത്തിൻ്റെയും ദൈവകൽപ്പനകളുടെയും ദൈവവചനത്തിൻ്റെയും മാർഗത്തിലൂടെ ചിരിച്ച് നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാനായിട്ട് നമുക്ക് ആത്മാർത്ഥപൂർവ്വം പരിശ്രമിക്കാം. അതിനുള്ള കൃപയ്ക്കായിട്ട് ദൈവത്തോട് നമുക്ക് ആത്മാർത്ഥപൂർവ്വം പ്രാർത്ഥിക്കാം. ദൈവീയ അനുഗ്രഹങ്ങൾ, കൃപകൾ, ദൈവകരുണ, ദൈവസ്നേഹം, ദൈവീയ സംരക്ഷണം, ദൈവീയ അത്ഭുതങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയാം. ദൈവം ഓരോ നിമിഷവും തരുന്ന അനുഗ്രഹങ്ങൾക്ക് ഒരുപാട് നന്ദി പറയാം. ദൈവം സഹനങ്ങളും വേദനകളും പ്രശ്നങ്ങളും ഒക്കെ അനുഭവിച്ചാൽ ദൈവത്തോട് ചേർന്ന് നിന്ന് അതിനെ അതിജീവിച്ചാൽ ദൈവം അതിനെ നമ്മുടെ നന്മയ്ക്കാക്കി മാറ്റുമെന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. പിശാചിൻ്റെ തെറ്റായ പ്രേരണകളെ, പ്രലോഭനങ്ങളെ, പരീക്ഷണങ്ങളെ, തിന്മകളെ നമുക്ക് തിരിച്ചറിഞ്ഞ് അവയോട് നമുക്ക് നോ പറയാം. ഈശോയെ പിശാച് പരീക്ഷിക്കുമ്പോൾ ഈശോ നോ പറയുന്നത് പോലെ തന്നെ പിശാചിനോ പിശാചിൻ്റെ പ്രേരണകൾക്കോ പ്രവർത്തനങ്ങൾക്കോ നമ്മുടെ ജീവിതത്തിൽ ഒരു സ്ഥാനവുമില്ല എന്ന് നമുക്ക് ഏറ്റുപറയാം. നാം ദൈവത്തിൻ്റെ മക്കളാണ്, ദൈവരാജ്യത്തിൻ്റെ അവകാശികളാണെന്ന് നമുക്ക് ഏറ്റുപറയാം. ദൈവമക്കളുടെ വഴിയെ നമുക്ക് ചിരിക്കാം. ദൈവരാജ്യത്തിന് അവകാശം മാറാനും ദൈവമക്കളായി മാറാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് ഈശോയോട് ആത്മാർത്ഥപൂർവ്വം പ്രാർത്ഥിക്കാം. ഈ ലോക ജീവിതവും ഈ ലോകം തരുന്ന എല്ലാ സുഖസന്തോഷങ്ങളും താൽക്കാലികവും ക്ഷണികവും നശ്വരവുമാണെന്ന് തിരിച്ചറിഞ്ഞ് ദൈവരാജ്യവും ദൈവമക്കൾ സ്ഥാനവും നിത്യജീവിതവും നിത്യസമാധാനവും നിത്യസന്തോഷവും നിത്യരക്ഷയും നമുക്ക് സ്വപ്നം കാണാം. ഉള്ള കൃപയ്ക്കായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും സമത്വമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.